ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള വാർത്തയാണ്. നമ്മൾ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി എന്നുള്ളതാണ്. ജപ്പാനായിരുന്നു നാലാമത്തെ സ്ഥാനത്ത് നിലനിന്നിരുന്നത്. US, ചൈന, ജർമ്മനി, ജപ്പാൻ, പിന്നെ ഇന്ത്യ ആയിരുന്നു. IMFന്റെ കണക്കനുസരിച്ചിട്ട് ഇന്ത്യ ജപ്പാന്റെ GDPയെ വളരെ സ്ലൈറ്റായിട്ട്, അതായത് ജപ്പാന്റെ 4.186 ലക്ഷം കോടി, അതായത് 4.186 ട്രില്യൺ ഡോളേഴ്സ്, ഇന്ത്യ 4.187 ട്രില്യൺ ഡോളറിന്റെ GDP കൈവരിച്ചതുകൊണ്ട് നാലാമത്തെ സമ്പദ് വ്യവസ്ഥ, ലോകത്തിലെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി എന്നുള്ളത് നമ്മുടെ നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യം പറയുകയുണ്ടായി. അപ്പം ഇനിയും നമുക്ക് മുന്നിലുള്ളത് അമേരിക്കയും ചൈനയും ജർമ്മനിയാണ്. അതായത് നമുക്ക് തൊട്ട് മുന്നിലുള്ള ജർമ്മനിയാണ്. അതിന് രണ്ടാം സ്ഥാനത്ത് ചൈന, ഒന്നാം സ്ഥാനത്ത് US തന്നെയാണ്. അപ്പം വളരെ താമസിയാതെ തന്നെ, അല്ലെങ്കിൽ അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ജർമ്മനിയെ മറികടന്ന് ഇന്ത്യക്ക് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുവാൻ സാധിക്കും എന്നുള്ള ഒരു വിശദീകരണവും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ ചൈനയാണ്. അത് GDPയിൽ ഒത്തിരി മുമ്പിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ തന്നെ ചൈനയുടെ GDP ആണ് 19 ട്രില്യൺ ഡോളറിന് മുകളിലുണ്ട്. ഒരു 20ഓളം കൂട്ടിക്കോളൂ നമ്മൾ. അപ്പോൾ ഇനി 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് ചൈന കുറേ കൂടെ മുന്നോട്ട് പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 20 ട്രില്യൺ ഡോളറിൻ്റെ എക്കോണമിയായിട്ട് നമ്മൾ ചൈനയെ പരിഗണിച്ചാൽ തന്നെയും ഇന്ത്യയുടെ ജർമ്മനിയെ മറികടക്കുമ്പോൾ ഏകദേശം 5 ട്രില്യൺ ഡോളർ, അല്ലെങ്കിൽ അതുപോലെ 6 ട്രില്യൺ ഡോളർ എന്തെങ്കിലും ആകത്തില്ല, ഒരു 5-നും 6-നും ഇടയ്ക്കുള്ള ട്രില്യൺ ഡോളേഴ്സിൻ്റെ എക്കോണമിയെ മാറും. പിന്നെ നമുക്ക് 10-15 ട്രില്യൺ ഡോളറിൻ്റെ വ്യത്യാസം ചൈനയുമായിട്ടുണ്ട്. അമേരിക്ക അതിന് മുമ്പിലാണ്. അപ്പോൾ അതിനെ നമുക്ക് മറികടക്കുക, അല്ലെങ്കിൽ ചൈനയ്ക്കൊപ്പം എത്തുക എന്നുള്ളത് പിന്നീടുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്, അല്ലേ? വളരെ അധികം നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നതാണ്. 2024 ലോകത്തിലെ 5-ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ. ഇപ്പോൾ അത് ജപ്പാനെ മറികടന്നിട്ട്, കാരണം ജപ്പാനിന് ഒത്തിരി കാലമായിട്ട് സാമ്പത്തിക വളർച്ചയൊന്നും ഇല്ല. അത് സ്റ്റാഗ്നേഷൻ, അല്ലെങ്കിൽ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിലകൊള്ളുന്ന ഒരു രാജ്യമാണ്. അല്ലെങ്കിൽ ജപ്പാനൊക്കെ വളരെ മുമ്പിൽ പോകുമായിരുന്നു GDPയുടെ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ. 10ാമത്തെ നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന് ശേഷം നീതി ആയോഗിൻ്റെ CEO മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ ഒരു വിവരം പുറത്തുവിട്ടത്. അല്ല തന്നെ IMFന്റെ റിപ്പോർട്ടുണ്ട്, IMFനെ കോട്ട് ചെയ്താണ്. ഏപ്രിലിൽ IMF പുറത്തിറക്കിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിൽ ഈ സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ നോമിനൽ GDP 4.187 ലക്ഷം കോടി ഡോളറിലെത്തുമെന്ന് പ്രവചിക്കുന്നു. ഏപ്രിലായിരുന്നു, അതായിട്ടുണ്ട്. മെയ് മാസമാണിത്. അടുത്ത 2 വർഷത്തിലും ലോകത്തിലെ ഏറ്റവും അതിവേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ തുടരും. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് ഇപ്പോൾ 2025 6.2%, അടുത്ത വർഷം 6.3% വളർച്ച കൈവരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വ്യക്തിപരമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് നമുക്കിത് ഓക്കെയാണ് ഈ വളർച്ച. പക്ഷേ നമുക്ക് അതിവേഗം വളർന്ന് ചൈനയ്ക്ക് സമീപമെങ്കിലും എത്താൻ വേണ്ടി നമുക്ക് ഈ ഒരു വളർച്ചാ നിരക്ക് പോരാ. നമുക്ക് തീർച്ചയായിട്ടും ഒരു 8 മുതൽ 10 വരെയുള്ളൊരു വളർച്ചാ നിരക്ക് നമുക്ക് കോൺസിസ്റ്റൻ്റ് ആയിട്ട്, തുടർച്ചയായിട്ട് അടുത്തൊരു 10-15 വർഷം നമുക്ക് കാത്തു സൂക്ഷിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ നമുക്ക് സ്പീഡ് കൈവരിക്കുവാനും, ഏകദേശം ചൈനയ്ക്ക് ഒപ്പം എത്തിയില്ലെങ്കിൽ തന്നെയും സമീപത്തെങ്കിലുമൊക്കെ നമുക്ക് എത്തുവാൻ സാധിക്കത്തുള്ളൂ. ആഗോള സാമ്പത്തിക രംഗം ഈ പ്രാവശ്യം 2.8%, 2026 3% വളർച്ച കൈവരിക്കുന്ന ഉള്ള പ്രതീക്ഷയുള്ളൂ. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക വളർച്ചയ്ക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വഴിത്തിരിവിൻ്റെ വക്കിലാണെന്നും ഇനിയും അത് അതിവേഗം വളരുമെന്നൊക്കെയാണ് നീതി ആയോഗിൻ്റെ CEO പറയുന്നത്. അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പം ഇനി നമുക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്ര ദൂരം, അതൊന്നും നമ്മൾ ചിന്തിക്കുക വേണ്ട ഇപ്പോഴാണല്ലോ. ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ്, ഇപ്പോൾ 30 ട്രില്യൺ ഡോളറിൻ്റെ മുകളിലുണ്ട്. നമ്മൾ രണ്ടാം സ്ഥാനത്തുള്ള ചൈന തന്നെ ഏകദേശം 19-20 ഇടയ്ക്കുണ്ട്.
ജർമ്മനി നമുക്ക് തൊട്ട് മുമ്പിലുണ്ട്. പിന്നെയും ജർമ്മനിയെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഓവർകം ചെയ്ത് പിന്നെയും ചൈന നമ്മളെക്കാൾ ബഹുദൂരം മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനത്തേക്ക് എത്ര ദൂരം എന്നുള്ള ചോദ്യത്തിനൊന്നും ഇപ്പോഴും നമുക്ക് ഉത്തരം നൽകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ മുന്നിലുള്ളത് യു എസും ചൈനയും ജർമ്മനിയാണ്. യു എസിന് ഏകദേശം 30.51 ലക്ഷം കോടി, അതായത് 30.51 ട്രില്യൺ ഡോളറിൻ്റെ. ചൈനയ്ക്ക് 19.23 ട്രില്യൺ ഡോളർ, അതായത് ലക്ഷം കോടി ഡോളറിൻ്റെ. ജർമ്മനിക്ക് 4.74 ലക്ഷം ഇപ്പോഴത്തെയാണ്. അപ്പോൾ നമ്മൾ ജർമ്മനിയെ മറികടക്കുന്ന സമയത്ത് ഏകദേശം ജർമ്മനി ഇനിയും ഇതിലും മുന്നോട്ട് പോകുമല്ലോ. 5 ട്രില്യൺ ഡോളർ, 5.5 ട്രില്യൺ ഡോളറൊക്കെ എന്തെങ്കിലും കൈവരിക്കും. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ജർമ്മനിയെ മറികടക്കുമ്പോൾ ഏകദേശം 5.5 ട്രില്യൺ ഡോളറിൻ്റെ അല്ലെങ്കിൽ ഏകദേശം 6 ട്രില്യൺ ഡോളറിൻ്റെ അടുത്തോളം നമുക്ക് എത്തേണ്ടി വരും. അപ്പോൾ ഇന്ത്യയേക്കാൾ 7 മടങ്ങ് കൂടുതലാണ് യു എസിൻ്റെ GDP. 2047 30 ലക്ഷം കോടി ഡോളർ GDP മാറുകയാണ് ഇന്ത്യ ലക്ഷ്യം. 2047 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 22 വർഷം കൂടെ, ഓക്കെ, അത് വലിയ കാലയളവൊന്നുമല്ല. എന്നിരുന്നാൽ തന്നെയും തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി കടമ്പകൾ എന്താണ് പറയുന്നത് പിന്നിടാനുണ്ട്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞാണ്. ഇത്രയും നമ്മുടെ GDP വളർന്ന് നമ്മൾ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായെങ്കിൽ തന്നെയും നമ്മൾ ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ വളരെ പുറകിലാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്. വളരെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ GDPയുടെ കാര്യത്തിൽ നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ കാര്യത്തിൽ, ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ബഹുദൂരം പിന്നിലാണ്. പല ആഫ്രിക്കൻ രാജ്യങ്ങളെയും പിന്നിലാക്കി. 144 സ്ഥാനത്താണ് ഇന്ത്യ. IMFൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് അതുള്ളത്. ഇന്ത്യക്കാരുടെ ആളോഹരി വരുമാനം 2850, 2900 വരെ അമേരിക്കൻ ഡോളറാണ്, ഏകദേശം 24,000 രൂപ, വളരെ കുറവാണ്. ലക്സംബർഗാണ് ഏറ്റവും കൂടുതൽ, 1,41,080 ഡോളർ. സ്വിറ്റ്സർലൻഡ് 1,11,716. അയർലൻഡ് 1,07,243. ഈ രാജ്യങ്ങളാണ് ആളോഹരി വരുമാനത്തിൽ ഏറ്റവും മുന്നിലുള്ളതാണല്ലോ. 2013-14 വർഷത്തിൽ $1,438 മാത്രമായിരുന്നു ഇന്ത്യയുടെ ആളോഹരി വരുമാനം. പക്ഷേ 13-14 മുതൽ ഇപ്പോൾ നമ്മൾ 24-25 ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടിയായി നമ്മുടെ ആളോഹരി വരുമാനം കൂടി എന്നുള്ളൊരു കണക്കും നമ്മുടെ മുമ്പിലുണ്ട്. ലോകബാങ്കിൻ്റെ കണക്ക് പ്രകാരം പ്രതിവർഷ ആളോഹരി വരുമാനം $14,500 കൂടുതലുള്ള രാജ്യങ്ങളാണ് ഹൈ ഇൻകം രാജ്യങ്ങളായിട്ട്, ഉയർന്ന വരുമാന ശേഷിയുള്ള അതിസമ്പന്ന രാജ്യമായിട്ട്. ചൈന പോലും അത് കൈവരിച്ചിട്ടില്ല ഇതിൽ. 2047 എത്തുമ്പോൾ ഇന്ത്യ ഈ പദവി കൈവരിക്കുന്ന ശേഷിയിലേക്ക് മാറും എന്നാണ് പറയുന്നത്. അത് നമുക്കപ്പോൾ കാണാം. അപ്പോൾ നമുക്ക് ചൈന, അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങൾ എന്നാണ് ഈ $4 ട്രില്യൺ 2008 ചൈന $4 ട്രില്യൺ എക്കോണമി ആയത്. ആ സമയത്ത് അവരുടെ പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം 3,500 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ 2,800, 2,900 ഉള്ളൂ, കുറവാണ്. അതായത് ചൈന $4 ട്രില്യൺ എക്കോണമി ആയപ്പോൾ $3,500 ആയിരുന്നു അവരുടെ ആളോഹരി വരുമാനം. പിന്നെ ഇപ്പോൾ ഇന്ത്യ $4 ട്രില്യൺ എക്കോണമി ആയപ്പം അതിലും കുറവാണ് നമ്മളുടെ ആളോഹരി വരുമാനത്തിൽ. ചൈന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം അവരെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് വളരെ ശക്തമായിട്ടുള്ള സാമ്പത്തിക വളർച്ച കൈവരിച്ച ഒരു കാലഘട്ടമായിരുന്നു. മാസീവായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ എക്സ്പോർട്ട് സെക്ടർ, ബൂമിങ് എക്സ്പോർട്ട് സെക്ടർ, സോഷ്യൽ റിഫോംസ്, അങ്ങനെ അവരുടെ പട്ടിണിയിൽ നിന്ന് ഒത്തിരി ആൾക്കാരെ അവർ പിന്നെ കരകയറ്റുകയൊക്കെ ചെയ്തൊരു കാലഘട്ടമായിരുന്നു 2008 ശേഷം പ്രത്യേകിച്ച്. ഇന്ന് ചൈനയുടെ പെർ ക്യാപിറ്റ ഇൻകം $12,000. അത് നമ്മളിവിടെ പറഞ്ഞ അനുസരിച്ച് വേൾഡ് ബാങ്കിൻ്റെ കണക്കനുസരിച്ചിട്ട് $14,500 കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഹൈ ഇൻകം രാജ്യമായിട്ട് കണക്കാകത്തുള്ളൂ. അപ്പോൾ ചൈന ഇപ്പോഴും ഈ ഒരു ക്രൈറ്റീരിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഹൈ ഇൻകം രാജ്യമല്ല, ലോ ഇൻകം രാജ്യം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ അവരുടെ ഈ പെർ ക്യാപിറ്റ ഇൻകം അവർക്ക് ഏകദേശം 3 മടങ്ങോളം അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2008 ചൈന $4 ട്രില്യൺ എക്കോണമി ആയത്. അമേരിക്ക 1987 $4 ട്രില്യൺ എക്കോണമി ആയത്. ആ സമയത്ത് അവരുടെ പെർ ക്യാപിറ്റ ഇൻകം $17,000 ഉണ്ടായിരുന്നു. അമേരിക്ക അവരുടെ എക്കോണമിയെ ബിൽഡപ്പ് ചെയ്ത് ഇന്നൊവേഷൻ, ടെക്നോളജി, പിന്നെ മെച്ചമായിട്ടുള്ള സർവീസ് സെക്ടർ, കട്ടിംഗ് എഡ്ജ് ടെക്നോളജി, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ പെർ ക്യാപിറ്റ ഇൻകം ഏകദേശം $65,000 ആയിട്ടുണ്ട് അമേരിക്കയുടെ. ഇന്ത്യയുടെ നമ്മൾ പറഞ്ഞു 2,800-നും 2,900 ഇടയ്ക്കാണ്. അത് വളരെ കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 2004 ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം $620 മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്.
അതിനകത്തിൽ മാറ്റങ്ങളുണ്ട്. അതിനകത്തിൽ ഏം, എന്താ പറയുന്നത്, ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇത് പോരാ, ആഡിക്വേറ്റ് അല്ല എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത്രയും GDP-യിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെയും, പക്ഷേ അത് നമ്മളുടെ ഇൻഡിവിജ്വൽ, ഇവിടുത്തെ വ്യക്തികളുടെ, പൗരന്മാരുടെ ജീവിത നിലവാരത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയിൽ മാറ്റങ്ങൾ, സമ്പദ് വ്യവസ്ഥയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് ശുഭകരമാണ്. കാരണം യങ് ആൻഡ് ഡൈനാമിക് പോപ്പുലേഷൻ, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്കുണ്ട്. അടുത്ത കുറേ വർഷങ്ങളായിട്ട് നമുക്ക് തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളിലെയൊക്കെ പോപ്പുലേഷൻ കമ്പാരിറ്റീവ്ലി ഓൾഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ, ചൈനയുടെ പോലും നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, നമ്മുടെ പോപ്പുലേഷൻ ക്വൈറ്റ് യങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇക്കോണമിക്ക് കൂടുതൽ ഉണർവുണ്ടാക്കാനും വളർച്ച പ്രൊവൈഡ് ചെയ്യാനൊക്കെ അത് പരിതാപകരമാണ്. നമ്മുടെ രാജ്യത്തെ ഡിജിറ്റൽ എക്കോണമി മറ്റു രാജ്യങ്ങളെക്കാളും കൂടുതൽ ശക്തമായിട്ട് ഡിജിറ്റൽ എക്കോണമി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ ഇന്ത്യയുടെ റോളും വർദ്ധിച്ചു വരുന്നുണ്ട്. ചൈനയ്ക്ക് ഒരു ഓൾട്ടർനേറ്റീവായിട്ട്, ബദലായിട്ട് ഇന്ത്യയെ കാണുന്ന ഒത്തിരി കമ്പനികൾ ഇപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല കമ്പനികളും ചൈനയെ വിട്ടിട്ട്, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഭാഗികമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആപ്പിളൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. പക്ഷെ നമ്മുടെ GDP-യുടെ ഈ ഒരു വളർച്ച നമ്മളുടെ പെർ ക്യാപിറ്റ ഇൻകത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നില്ല. ശരിയായിട്ടുള്ള പ്രോസ്പെരിറ്റി നമുക്ക് രാജ്യത്ത് ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ഇനിയും വരുന്ന 1.5-2 ദശാബ്ദ കാലത്ത് തുടർച്ചയായിട്ട് നമുക്കൊരു 8 മുതൽ 10% വരെ വളർച്ച നേടുവാൻ സാധിച്ചാൽ മാത്രമേ കോൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലോങ് ടൈം ഇക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് വേണം. അപ്പോൾ അത് ഇൻഫ്രാസ്ട്രക്ചറിലെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, എഡ്യൂക്കേഷനിൽ വേണം, ഹെൽത്ത് കെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. പിന്നെ എല്ലാ ആൾക്കാരും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്ത്, ആരെയും ഒഴിവാക്കാതെ എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഗ്രോത്ത്, സോഷ്യൽ സ്റ്റെബിലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ചൈനയ്ക്ക് അവരുടെ വിജയം, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ അവർക്ക് വളർച്ച നേടിക്കൊടുക്കാൻ കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഇന്ത്യയിൽ തീർച്ചയായിട്ടും അതുപോലുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ ആധുനിക ഒരു പിന്നെ എന്താണ് ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പവറായിട്ട് നമുക്ക് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള മേഖലകളിൽ ജെൻഡർ ഇക്വാലിറ്റി, ഇതുപോലുള്ള മേഖലകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വളർച്ച കൈവരിക്കുവാനും അതിനെ കൂടുതൽ എന്താണ് പറയുന്നത് ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്താ ഞാൻ പറഞ്ഞത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ജനങ്ങളിലേക്ക് ആ വളർച്ചയുടെ ഫലങ്ങൾ എത്തണമെങ്കിൽ പല കാര്യങ്ങൾ ഇനിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ GDP ഒക്കെ വളരുന്നുണ്ട്, പക്ഷേ അത് ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്തുന്നതിൽ അത് ഇതുവരെ പ്രത്യക്ഷമായിട്ടുള്ളൊരു എന്താണ് പറയുന്നത് ഒരു മാറ്റമോ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനോ ഒന്നും നമുക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, എന്നാലും ശരി, നമ്മളുടെ സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ പാതയിലാണ്. തീർച്ചയായിട്ടും അത് മുമ്പോട്ടുള്ള കാലയളവിൽ വളർച്ച കൈവരിക്കും. നമ്മളിനി അടുത്ത 1-2 വർഷത്തിനുള്ളിൽ നമ്മളുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ. അത് തീർച്ചയായിട്ടും സംഭവിക്കുന്നുള്ള സംശയമൊന്നുമില്ല. പിന്നെ നമുക്ക് 3ാമത്തെ സ്പോട്ട് കൈവരിക്കാം. 3ാമത്തെ സ്പോട്ടിൽ നിന്ന് 2ാമത്തെ സ്പോട്ടിലേക്കോ അല്ലെങ്കിൽ അതിനടുത്തേക്കോ ചൈനയുടെ അടുത്തൊക്കെ നമുക്ക് യാത്ര ചെയ്ത് ചെല്ലണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നമുക്ക് ഒത്തിരി കഷ്ടപ്പെട്ടാൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്കതിന് സാധ്യമാകൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജപ്പാനെ നമ്മൾ മറികടന്ന് 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളൊരു വളരെ എന്താണ് പറയുന്നത് നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഭിമാനകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഇത്ര തൽക്കാലം ഇവിടെ പറയാനുള്ളൂ. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ചാനൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.